വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. മക്കൾ അച്ചടക്കവും ചിട്ടയും ശീലവും ഒക്കെ ഉള്ളവരായി വളർന്നു വരാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഒരു കുട്ടി 6 വയസ്സുള്ള ഒരു കുട്ടിയെക്കുറിച്ച് ഒരു തവണ ആ കുട്ടിയുടെ മാതാവ് പറഞ്ഞൊരു പരാതി ഞാൻ ഓർക്കുകയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്. അപ്പുറത്ത് പ്രത്യേകിച്ചും മഴയൊക്കെ ഉള്ള കാലത്താണെങ്കിൽ പാടത്ത് ചെളിയിൽ പോയി ഉരുണ്ട് മറിഞ്ഞ് ഡ്രസ്സ് മുഴുവനും ചെളിയാക്കി കൊണ്ടുവന്ന് എത്ര തവണ പറഞ്ഞാലും പിറ്റേന്നും അതേ രീതിയിൽ ആ സംഭവം ആവർത്തിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവനെ ഒരു ചിട്ടയിലേക്ക്, ഒരു ശീലങ്ങളിൽ, നല്ല ശീലങ്ങളിലേക്ക്, അച്ചടക്കത്തിലേക്ക്, അനുസരണാശീലത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലെറ്റ് ദം ഫേസ് ദ കോൺസിക്വൻസസ്. ഈ കുട്ടി ചെയ്ത ആ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലങ്ങൾ കൂടെ അവൻ തന്നെ അനുഭവിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരു 2 or 3 കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവർ ടേബിളിൽ ഭക്ഷണം വെച്ച് ചെയറിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവരോട് പറയുക, നിങ്ങൾക്ക് ഭക്ഷണം തന്നിരിക്കുക, ആരൊക്കെ ഭക്ഷണം താഴെ കളഞ്ഞാലും ആ കളഞ്ഞ ആളുകൾ അത് എടുത്ത് ഓരോന്നും അത് പ്ലേറ്റിനകത്ത് ഇട്ടിട്ടേ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാവും നേരത്തെ പറയുക. ഭക്ഷണം കഴിച്ച് സാധാരണ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് ആ പരിസരത്തും മടിയിലും താഴെയും എഴുന്നേറ്റ് നടക്കുമ്പോൾ താഴെയും ഡ്രസ്സിലെല്ലാം ഒത്തിരി ചോറിൻ്റെ ഓരോ വറ്റുകൾ ഇങ്ങനെ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയത്ത് ആ കുട്ടി ഒരുപാട് ഭക്ഷണം താഴെ കളഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയോട് പറയാം, മോനെ പൊറുക്കിക്കോതാ, ഈ ഭാഗമൊക്കെ നിൻ്റേതാണ്, ഈ ഭാഗം നീയാണ് പൊറുക്കേണ്ടത്, ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കുക. അങ്ങനെ ആ മകൻ പൊറുക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എണ്ണാം, മാറ്റം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി രക്ഷിതാക്കൾക്ക് വേണ്ടി എണ്ണി നോക്കാം. ഒരുപക്ഷെ 48 എണ്ണം അവന് താഴെ കളഞ്ഞതും അവൻ പൊറുക്കി പ്ലേറ്റിലിട്ടു. ഇങ്ങനെ ഒരാഴ്ച ആ കുട്ടി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ ആ പൊറുക്കുന്നത് എണ്ണി നോക്കിയാൽ മതി, അത്ഭുതകരമായ മാറ്റം കാണാൻ പറ്റും. ഒരുപക്ഷെ 18 എണ്ണം മാത്രമേ പിന്നെ കാണത്തുള്ളൂ. അത് അല്പം കൂടെ ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാണത്തേ ഇല്ല. വളരെ ചെറിയ രീതിയിലേക്ക്, ചെറിയ കുട്ടികളല്ലേ, അതിൻ്റേതായ ഒരു ചെറിയ രീതിയിൽ മാത്രമേ പിന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് പാടത്ത് ചെളിയിലൊക്കെ കളിച്ച് ഉരുണ്ട് മറിഞ്ഞ് ശരീരം മുഴുവൻ ചെളിയിൽ പുതഞ്ഞ് വീട്ടിലേക്ക് വരുന്ന മകനോട് പറയുക, ഇന്ന് ഞാൻ അലക്കും ഡ്രസ്സ്, ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കി തരത്തില്ല, നീ തന്നെ അലക്കേണ്ടി വരും. അങ്ങനെ അടുത്ത ദിവസം കളിക്കാൻ പോയി. അന്നും ഇവൻ ചെളിയിലൊക്കെ പുരണ്ട് അവൻ കുഴഞ്ഞു മറിഞ്ഞൊക്കെ പാടത്ത് ഉരുണ്ട് മറിഞ്ഞൊക്കെ വീട്ടിലേക്ക് വന്നു. അന്ന് മാതാവ് തലേ ദിവസം പറഞ്ഞതുപോലെ ആ പ്രവർത്തനത്തിൻ്റെ കോൺസിക്വൻസസ് അവൻ തന്നെ അനുഭവിക്കണം. ചില ആളുകൾക്ക് തോന്നുന്നൊരു ക്രൂരതയല്ല ചെറിയ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന, അല്ല. ആകെ 4 or 5 തവണ ഇത് ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് അവൻ അച്ചടക്കമുള്ളവനായി മാറുകയാണ്. ഇതിന് പകരം ജീവിതകാലം മുഴുവനും, വളർന്നു വരുന്ന കാലം മുഴുവനും ഇവന് വേണ്ടി തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി വരുന്ന സമയത്ത് അവനോട് പറയും, ഇന്ന് നിൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കി തരത്തില്ല, അലക്കിക്കോ എന്ന് പറയാം. ആ കുട്ടിക്ക് ചിലപ്പോൾ അലക്കാൻ അറിയുണ്ടാവില്ല. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക, എന്താണ് അലക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നിൻ്റെ ഡ്രസ്സ് അതെടുത്തുകൊണ്ട് പോവാ, അത് അഴിക്ക്, വേറൊരു കർച്ചീഫ് എടുത്തിട്ട് നീ ഒരു ബക്കറ്റ് എടുത്ത് വന്ന് ടാപ്പിൻ്റെ താഴെ നിന്ന് അതിൽ വെള്ളമാക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക, സാബൂൻ എടുക്കുക, സോപ്പ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവനെക്കൊണ്ടത് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൽ ചെളിയൊക്കെ ഇങ്ങനെ ഉരച്ച് കളയുന്ന സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് അവനിങ്ങനെ ഒരു പുലി ബോധം ഇങ്ങനെ വരും. ചെളി ഏക്കുന്ന സമയത്ത് ഇത്രയും വളരെയധികം എളുപ്പമായിരുന്നു, ഇപ്പോൾ അത് ഒത്തിരി പ്രയാസമാണ് കഴുകിക്കളയാനായിട്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം കൂടെ അതിനുണ്ട്. ചെളിയാക്കുന്ന പോലെ അല്ലെന്ന് അവന് മനസ്സിലാവും. ഇങ്ങനെ ഒരു 5-8 തവണ അവൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെളിയാക്കുന്നത് കുറയുമെന്നുള്ളതാണ്. അവൻ അലക്കിക്കഴിഞ്ഞ് ബാക്കി അല്പം കൂടെയൊക്കെ ചെളി ഉണ്ടാകും, അത് മാതാവിനെ അവൻ പോയതിന് ശേഷം അങ്ങ് അലക്കിയിടാം, പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അവൻ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇതേപോലെ തന്നെ റൂമിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒത്തിരി കടലാസൊക്കെ അവിടെ ബാക്കിയാക്കിയുള്ള മക്കളാണെങ്കിൽ അവരോട് പറയുക, നിങ്ങൾ കളിച്ചോ കുഴപ്പമില്ല, പക്ഷേ വൃത്തികേടുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുക. ഈ രീതിയിൽ മക്കൾ വളർന്നു വന്നു കഴിഞ്ഞാൽ അവർ ചെയ്തതിൻ്റെ അനന്തരഫലങ്ങൾ അവരെക്കൊണ്ട് തന്നെ ദേഷ്യം പിടിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള വളരെ നോർമലായ രീതിയിൽ, ഓക്കെ മക്കളെ നിങ്ങൾ കളിയൊക്കെ കഴിഞ്ഞാൽ ഇനി അത് പൊറുക്കിയെടുത്തോ,
നിങ്ങൾ കളിച്ചതിൻ്റെ നിങ്ങൾ തന്നെ പൊറുക്കിയെടുത്തു, ഞാൻ വരത്തില്ല. ഇങ്ങനെ പറഞ്ഞ് മക്കളെ വളർത്തി കഴിഞ്ഞാൽ ആ മക്കൾ അച്ചടക്ക ശീലമുള്ള, അനുസരണ ശീലമുള്ളവരായി, ജീവിതത്തിൽ ഒരു ക്രമമുള്ളവരായി, ക്രമമുള്ള ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് അവർ വളർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.